നിങ്ങളിന്ന് കേൾക്കുന്ന കേൾവികൾ, നിങ്ങൾക്കറിയാമോ, ഈ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും വ്യക്തികളിലൂടെയും ഒക്കെ ദൈവരാജ്യ പ്രവർത്തികൾക്കെതിരെ, അത് ഏതു സഭയോ ആകട്ടെ, ഏതു വ്യക്തിയോ ആകട്ടെ, നിങ്ങളെ പൈശാചിക മേഖലകൾ കേൾപ്പിക്കുന്ന കേൾവി നിങ്ങളെ ആത്മതലങ്ങളിൽ വിശ്വാസ ജീവിതത്തിൽ പരിപോഷിപ്പിക്കുവാനോ എൻകറേജ് ചെയ്യുവാനോ അല്ല, നിങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കാനാണ്. കാരണം ബൈബിൾ തന്നെ പറയുന്ന ഒരു സത്യമുണ്ട്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നെന്ന്. ആവശ്യമില്ലാത്ത കേൾവികളും ആവശ്യമില്ലാത്ത കാഴ്ചകളും നിന്നെ കാണിക്കുന്നത് നീ UK പോകാതിരിക്കാൻ വേണ്ടിയോ, വണ്ടി കിട്ടാതിരിക്കാൻ വേണ്ടിയോ, വീടുണ്ടാകാതിരിക്കാൻ വേണ്ടിയോ, പ്രൊമോഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയോ അല്ല. നിങ്ങൾക്ക് സാമ്പത്തികം ഒന്നും ഉണ്ടാകുന്നതുകൊണ്ട് പിശാചിന് ഒരു കംപ്ലൈന്റും ഇല്ല. അറിയോ എന്നാ മിണ്ടാത്തെ? ഒരു കംപ്ലൈന്റും ഇല്ല. നിങ്ങൾക്ക് 2-3 തോട്ടവും കൂടെ ഉണ്ടാകണമെന്നാ പിശാചിന്റെ ആഗ്രഹം. എന്നാലല്ലേ നീ സഭായോഗത്തിന് വരാതിരിക്കൂ. മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾക്ക് കുറച്ചുകൂടെ കാശ് വരണമെന്നാ സാത്താന്റെ ആഗ്രഹം. എന്നാലല്ലേ നിന്റെ അഹങ്കാരം കുറച്ചുകൂടെ കൂടുള്ളൂ. സ്തോത്രം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നിങ്ങൾക്ക് കുറച്ചുകൂടെ വർക്ക് ഓർഡർ കൂടുതൽ കിട്ടണമെന്നാ സാത്താന്റെ ആഗ്രഹം. എന്നാലല്ലേ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള സമയം തികയാതിരിക്കുള്ളൂ. അതിനൊന്നും പിശാചിന് ഒരു പ്രശ്നമില്ല. അവന്റെ ടാർഗറ്റ് ഒന്നേ ഉള്ളൂ, ദൈവത്തിലുള്ള നിന്റെ ആശ്രയം, അവനിലുള്ള നിന്റെ വിശ്വാസം, നിനക്ക് ദൈവം വെച്ചിരിക്കുന്ന നിത്യജീവൻ ഇല്ലാതാക്കുക. അവിടെ ഒരു യുദ്ധമുണ്ട്, അവിടെ ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ ജയിച്ചവൻ അവന്റെ അവസാന നാളുകളിൽ നീറോ ചക്രവർത്തിയുടെ ഈർച്ചവാൾ കഴുത്തിലിരിക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, എന്റെ വിശ്വാസം ഞാൻ കാത്തു, ഇനി നീതിയുടെ കിരീടം അവൻ എനിക്കായി വെച്ചിരിക്കുന്നു. നഷ്ടപ്പെടുത്തല്ലേ മോനെ, നഷ്ടപ്പെടുത്തല്ലേ സഹോദരി. ഏതു സാഹചര്യത്തിലും, ഏത് പ്രതിസന്ധിയിലും, ഏത് വെല്ലുവിളികളിലും, ഏത് കുപ്രചരണങ്ങളുടെ നടുവിൽ നീ ഏറ്റുപറഞ്ഞ വിശ്വാസവും നീ ഏറ്റെടുത്ത ദൈവകൃപയും നീ പ്രാപിച്ച അഭിഷേകവും ചോർന്നു പോകാതെ നിലനിർത്തുവാൻ ഈ തലമുറയെ ദൈവം അന്വേഷിക്കുകയാണ്.